സ്പോഡ തിയറിയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സ്പോഡ തിയറി എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റ് ആണ്. അതായത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ മീനിങ് ഇസ് റിവീൽഡ് ഇൻ സ്പീച്ച്. സ്പീച്ചിൽ എങ്ങനെയാണ് മീനിങ് റിവീൽ ആകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റാണ് സ്പോഡ തിയറി എന്ന് പറയുന്നത്. അത് സാൻസ്ക്രിറ്റ് ഗ്രാമേറിയൻ ആയിട്ടുള്ള ഭർതൃഹരിയാണ് ഡെവലപ്പ് ചെയ്തത് അറൗണ്ട് 5th century CE. അപ്പോൾ ഈ സ്പോഡ എന്ന് പറയുമ്പോൾ ഒരു സാൻസ്ക്രിറ്റ് റൂട്ട് വേർഡിൽ നിന്നാണ് വന്നത്. സ്ഫോടനം എന്ന് പറയുമ്പോൾ എന്താണ്? ടു ബേസ്റ്റ് അല്ലെങ്കിൽ ടു ബ്രേക്ക് ഓപ്പൺ അല്ലെങ്കിൽ ടു റിവീൽ. അപ്പോൾ സ്പോഡ എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റ്, അതായത് മീനിങ് എപ്പോഴാണോ സഡൻലി ബേസ്റ്റ് ആവുന്നത് ഇൻ ടു ദ മൈൻഡ് ഓഫ് ദ ലിസണർ, അതാണ് സ്പോഡ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളൊരു കാര്യം സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിക്കുവാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മീനിങ് എപ്പോഴാണോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിനെ നിങ്ങൾക്ക് സ്പോഡ എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണോ മീനിങ് റിവീൽ ആവുന്നത് ഒരു മൈൻഡ് ഓഫ് ദി ലിസണറിൽ, അതിനെയാണ് നമ്മൾ ആ ഒരു മൊമെൻറ്റിനെയാണ് നമ്മൾ സ്പോഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സ് സ്പോഡ തിയറി യൂസ് ചെയ്തിട്ട്, അതായത് എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സൗണ്ടാണ് അല്ലേ? അത് ഒരുപാട് വേർഡ്സ് ഉണ്ട്, അതിനകത്ത് ആക്സെൻറ്റ് വരുന്നുണ്ട്, പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട് അല്ലേ, മീനിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജിനെ എങ്ങനെയാണ് നമ്മളൊരു സിംഗിൾ മീനിങ് ഫുൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്പോഡ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ സ്പോഡ തിയറി, സൗണ്ടുകൾ, അതായത് ധ്വനി എന്ന് പറയുന്നത് ഫിസിക്കൽ നോയ്സസ് ആണ് അല്ലേ. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നതിനാണ് നമ്മൾ സൗണ്ട് അല്ലെങ്കിൽ ധ്വനി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ സൗണ്ടുകൾ themselves do not carry meaning. സൗണ്ടുകൾ തന്നെത്താനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മീനിങ് ക്യാരി ചെയ്യുന്നില്ല. ദേ ആർ ഓൺലി വെഹിക്കിൾസ് ടു റിവീൽ മീനിങ്. മീനിങ്ങിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾസ് മാത്രമാണെന്ന് പറയുന്നത് ഈ സൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർക്ക് മീനിങ് ഒന്നും ക്യാരി ചെയ്യാനുള്ളൊരു ഇതില്ല. ആ പിന്നെന്താ പറയുക, സൗണ്ടുകൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ജസ്റ്റ് വെഹിക്കിൾസ് മാത്രമാണ്, മീനിങ് ക്യാരി ചെയ്യുന്ന വെഹിക്കിൾസ് മാത്രമാണ് ഈ സൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീനിങ് നമ്മുടെ മൈൻഡിൽ എപ്പോഴാണോ റിവീൽഡ് ആവുന്നത് അല്ലെങ്കിൽ അപ്പിയർ ആവുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് സൗണ്ട്സ്, അതിനെയാണ് നമ്മൾ സ്പോഡ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ സ്പോഡ എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഇൻഡിവിസിബിൾ മീനിങ് ഫുൾ യൂണിറ്റ് ആണ്. ഭർതൃഹരി ആർഗ്യൂ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ധ്വനി അഥവാ സൗണ്ട് ആൻഡ് സ്പോഡ, അതായത് മീനിങ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, പക്ഷേ അത് ഇൻസെപ്പറബിൾ ആണ്. ലൈറ്റും ലാമ്പും പോലെ ഡിഫറെൻ്റ് ആണെങ്കിലും പക്ഷേ എന്താണെന്നാണ് പറഞ്ഞത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആണ്, പക്ഷേ ഇൻസെപ്പറബിൾ ആണ്, നമുക്കൊരിക്കലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം സൗണ്ടുകൾ പ്രോപ്പർ സീക്വൻസിൽ നമ്മുടെ ഇയറിൽ റീച്ച് ആകുമ്പോൾ മാത്രമാണ് മീനിങ് എമേഴ്സ്ഡ് ആവുന്നത് അല്ലേ. കുറേ വേർഡ്സ് റാൻഡമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് മീനിങ് കിട്ടത്തില്ല. അതിന് സൗണ്ടുകൾ കാണും ആ വേർഡ്സ് പറയുമ്പോൾ, പക്ഷേ അത് റാൻഡമായിട്ട് നമ്മുടെ മീനിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വേണം ആ സൗണ്ട് വരാൻ അല്ലേ പുറത്തോട്ട്. എന്നാൽ മാത്രമേ നമുക്ക് മീനിങ് എമേർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മീനിങ് നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്പോഡ തിയറി റിജക്റ്റ് ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ലാംഗ്വേജിനെ നമ്മൾ ലെറ്റർ ബൈ ലെറ്റർ അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ സ്പോഡ തിയറി റിജക്റ്റ് ചെയ്യുന്നു. കാരണം സൗണ്ടുകളെല്ലാം നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ആൽഫബറ്റ്സ് ആണെങ്കിലും സൗണ്ടുകളാണെങ്കിലും ബൈ വേർഡ് ലെറ്റർ ആണെന്നുണ്ടെങ്കിലും വേർഡ് ബൈ വേർഡ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് ആ സൗണ്ട് നമ്മുടെ മൈൻഡിലെത്തി അതിൽ നിന്ന് മീനിങ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്പോഡ തിയറി ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജിനെ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടും വേർഡ് ബൈ വേർഡ് ആയിട്ടും നമ്മൾ കീറി മുറിക്കുന്നതിനെതിരെയാണ് ഈ സ്പോഡ തിയറി എന്ന് പറയുന്നത്. മീനിങ്ങിനെ നമുക്ക് മൊത്തത്തിൽ ഹോളിസ്റ്റിക് ആയിട്ടേ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ആ ഹോൾ സെൻറ്റൻസോ അല്ലെങ്കിൽ ആ ഹോൾ എക്സ്പ്രഷൻ നമുക്ക് കേട്ട് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ മീനിങ് കിട്ടുന്നത്. അല്ലാതെ ലെറ്റർ ബൈ ലെറ്ററോ വേർഡ് ബൈ വേർഡോ നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അതിൻ്റെ മീനിങ് മനസ്സിലാകണം എന്നില്ല എന്നാണ് സ്പോഡ തിയറി പറയുന്നത്. അപ്പോൾ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻഡഡ് ഹോളിസ്റ്റിക്കലി, മൊത്തത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തത്തിൽ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്താലേ നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് മെക്കാനിക്കൽ അല്ല, അത് കോഗ്നിറ്റീവ് ആണ്, നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഹാപ്പൻ ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻസ്റ്റൻറ്റേനിയസ്, പെട്ടെന്ന് സഡനായിട്ട് ഹാപ്പൻ ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് തിയറിയെ വെസ്റ്റേൺ തിയറീസുമായിട്ട് ഡിഫറൻ്റ് ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ വേർതിരിച്ച് വെക്കുന്നത്. വെസ്റ്റേൺ ലിംഗ്വിസ്റ്റിക്സ് എന്താ പറയുന്നത്? നമ്മൾ ഓരോ വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ വേർഡ്, മോർഫീംസ്, ഫോണീംസ് എന്നൊക്കെ പറഞ്ഞ് ഡിവിഷനുണ്ട്. പക്ഷേ ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സ് ടോട്ടലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ടോട്ടൽ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് അഗെയിൻ ഭർതൃഹരി ഇൻട്രൊഡ്യൂസ്ഡ് ഐഡിയ ഓഫ് ശബ്ദബ്രഹ്മൻ. ശബ്ദബ്രഹ്മൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് എറ്റേണൽ ആണ്, പവർഫുൾ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തോട്ട്.
ഭർതൃഹരി അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് കണക്റ്റഡ് ടു സ്പോഡ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ശബ്ദബ്രഹ്മൻ എന്ന് പറയുന്നത്. ശബ്ദബ്രഹ്മൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ലാംഗ്വേജ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അത് നമ്മുടെ ചിന്തകളെ മാത്രം ബേസ് ചെയ്തിരിക്കും. അപ്പോൾ സ്പോഡ എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക് മാത്രമല്ല, ഈ ഒരു ഡെഫിനേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഫിലോസഫിക്കലാണ് അല്ലേ. അപ്പോൾ ഭർതൃഹരി ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ എന്താ, തോട്ട് എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഒക്കെ ആവുന്നുണ്ട്. സോ സ്പോഡ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണോ ഈ ഐഡിയാസ് ഷേപ്പ് ചെയ്യുന്നത് അതിനെയാണ് സ്പോഡ എന്ന് ആര് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഭർതൃഹരി പറഞ്ഞിരിക്കുന്നത്. സോ സ്പോഡ തിയറി എന്ന് പറയുന്നത് എന്താണ്, തിയറി ഓഫ് മീനിങ്ങും ഉണ്ട്, അതിനകത്ത് തിയറി ഓഫ് കോഗ്നീഷൻ അഥവാ തിയറി ഓഫ് തിങ്കിങ്ങും അതിനകത്ത് വരുന്നുണ്ട്. മീനിങ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മീനിങ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഭർതൃഹരി 3 types of spoda ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് വർണ്ണ സ്പോഡ, സെക്കൻഡ് വൺ ഇസ് പദ സ്പോഡ ആൻഡ് തേർഡ് വൺ ഇസ് വാക്യ സ്പോഡ. വർണ്ണ സ്പോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ മീനിങ് പ്രസന്റ് വെൻ വി ഹിയർ എ കംപ്ലീറ്റ് ലെറ്റർ ഓർ എ ഫൊണീം. പദ സ്പോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡിൻ്റെ ലെവലിൽ നമുക്ക് മീനിങ് കിട്ടുന്നത്. വാക്യ സ്പോഡ എന്ന് വെച്ചാൽ എൻ്റയർ സെൻറ്റൻസ് നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു മീനിങ് റിവീൽ ആവുമല്ലോ, അതിനെയാണ് വാക്യ സ്പോഡ എന്ന് പറയുന്നത്. ഭർതൃഹരി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതിനായിരിക്കും, ഫുൾ സെൻറ്റൻസ് പറഞ്ഞിട്ട് നമുക്ക് മീനിങ് കിട്ടുന്നതിനായിരിക്കും ഭർതൃഹരി, അതായത് വാക്യ സ്പോഡയ്ക്കാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം സെൻറ്റൻസ് മീനിങ് ആണ് പ്രൈമറി എന്ന് പറയുന്നത്. വേർഡ് ബൈ വേർഡ് നമ്മൾ നോക്കാറില്ല അല്ലേ, സൗണ്ട് ബൈ സൗണ്ട് നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഒരു സെൻറ്റൻസ് വഴിയേ നമുക്കൊരു കംപ്ലീറ്റ് തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അതായത് ഫുൾ സെൻറ്റൻസ് കിട്ടിയാലേ നമുക്കൊരു മീനിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ദ ബോയ് ഈസ് റണ്ണിങ്, ഫോർ എക്സാമ്പിൾ ഇൻ ദ സെൻറ്റൻസ് ദ ബോയ് ഈസ് റണ്ണിങ്, യു അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ ഓൺലി ആഫ്റ്റർ ദ ഫുൾ സെൻറ്റൻസ് ഈസ് ഹേർഡ്. ദ ബോയ് എന്ന് മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാങ്കൊച്ച അത്രയല്ലേ കിട്ടത്തുള്ളൂ, അല്ലാതെ മീനിങ് അവിടെ ഇൻകംപ്ലീറ്റ് ആവത്തില്ലേ. അപ്പോൾ സ്പോഡ എന്താണ്, ഈ ബോയ് ഈസ് റണ്ണിങ് എന്ന് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ സ്പോഡ ഹാപ്പൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണത്, നമുക്ക് മീനിങ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമ്പോൾ മാത്രമാണ് അവിടെ സ്പോഡ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ അതുപോലെ തന്നെ എന്താണ്, ഈവൻ ഇഫ് 2 people പ്രൊനൗൺസ് ദ സെയിം വേർഡ് ഡിഫറെൻ്റ്ലി ദ ലിസണർ സ്റ്റിൽ ഗ്രാസ്പ് ദ സെയിം സ്പോഡ. ഇപ്പം ഒരു വാക്ക് തന്നെ ഫ്ലവർ വേസ് എന്നുള്ള വാക്ക്, നമ്മൾ വേസ് എന്നും പറയാം, നമുക്ക് വാസ് എന്നും പറയാം, VASE വാസ് എന്നും പറയാം, ഫ്ലവർ വാസ് എന്നും പറയാം, വേസ് എന്നും പറയാം. ഗരാജ് അല്ലെങ്കിൽ ഗ്യാരേജ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, ഒരേ വേർഡ് തന്നെയാണെന്നുള്ളത്. 2 പേര് ഡിഫറെൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്താലും കുഴപ്പമില്ല, സ്റ്റിൽ ആ ഒരു സെയിം ഐഡിയ അല്ലെങ്കിൽ മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയും സ്പോഡ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്പോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഫിസിക്കൽ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടിരിക്കുമല്ലോ, ഒരാളുടെ ആക്സെൻറ്റിനെ പ്രൊനൗൺസിയേഷനെ ബേസ് ചെയ്തിട്ടിരിക്കുന്നതല്ല, ഒരു മെൻ്റൽ യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പം ഒരാൾ പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് മീനിങ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ് എന്ന് വെച്ചാൽ അത് മതി നമുക്ക്. അതാണ് സ്പോഡ തിയറി യൂഷ്വലി പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ.